അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ SITയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്ത്. സംശയാസ്പദമായ 70 ദൃശ്യങ്ങൾ കണ്ടെത്തിയതായും SIT. അയോധ്യയിലെ സംഭാവന കൊള്ളയുടെ പശ്ചാത്തലത്തിൽ രാമക്ഷേത്ര ട്രസ്റ്റിൽ CEOയെ നിയമിക്കാൻ തീരുമാനം. വിവരങ്ങളുമായി KJ ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, എന്തായാലും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. എന്തൊക്കെ വിവരങ്ങളാണ് ഈ ഒരു റിപ്പോർട്ടിലുള്ളത്? വിശദാംശങ്ങൾ എങ്ങനെയാണ്? അയോധ്യയിലെ സംഭാവന തട്ടിപ്പിന് പുറകെ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ ഗുരുതരമായ പല കണ്ടെത്തലുകളുമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ തുടക്കം മുതൽ തന്നെ പലരും സംശയിച്ചതുപോലെ തന്നെ വലിയ രീതിയിൽ ആ ക്ഷേത്രത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടായിരുന്നു. ഇത് മുതലെടുത്താണ് 80 ലക്ഷത്തിലധികം രൂപ ഈ പ്രതികൾ പുറത്തു കടത്തിയതായി ഇപ്പോൾ അന്വേഷണ സംഘത്തിന് തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി പ്രതികളിൽ നിന്ന് തന്നെ ഈ 80 ലക്ഷം രൂപയിൽ അടുപ്പിച്ച് പിടികൂടുന്ന ഒരു സാഹചര്യമാണുള്ളത്. മറ്റൊരു കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ഇത് സുരക്ഷാ വീഴ്ച മാത്രമല്ല, ഇത് ഈ പ്രതികൾ ഗൂഢാലോചന നടത്തിയെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഏപ്രിൽ 27 മുതൽ ജൂൺ 5 വരെയുള്ള ദൃശ്യങ്ങൾ പരിശോധിച്ച 45 ദിവസത്തെ ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് 70-ലധികം മോഷണങ്ങൾ നടന്നതായി ഇപ്പോൾ SIT കണ്ടെത്തിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തി വരുന്നത്. അതോടൊപ്പം തന്നെ പരിശോധിക്കുകയാണെങ്കിൽ ഈ അയോധ്യയിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇന്നലെ അയോധ്യ രാമ ജന്മഭൂമി ട്രസ്റ്റിൻ്റെ ഒരു യോഗം നടന്നിരുന്നു. ആ യോഗത്തിലാണ് മുൻ ജനറൽ സെക്രട്ടറി ആയിരുന്ന ചമ്പത് റോയ്, VHPയുടെ ഉപാധ്യക്ഷനായ ചമ്പത് റോയ്, അതോടൊപ്പം തന്നെ അനിൽ മിശ്ര എന്നിവരുടെ എല്ലാം രാജി സ്വീകരിച്ചിരുന്നു. അതിനുശേഷം താൽക്കാലിക ചുമതലയായി കൃഷ്ണമോഹനെ അവിടെ നിയോഗിക്കുകയും ചെയ്തു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഇനി അവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. അതിനിടയിൽ ആ യോഗത്തിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു തീരുമാനമുണ്ടായിരിക്കുന്നത്, ഇനി ക്ഷേത്രത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് ഒരു CEO ആയിരിക്കും. അത് ആ CEOയെ തിരഞ്ഞെടുക്കാൻ വേണ്ടി 3 അംഗ സംഘത്തെയും രൂപീകരിച്ചിട്ടുണ്ട്. അത് മുൻ ചീഫ് ജസ്റ്റിസായ പ്രമോദ്, അതോടൊപ്പം തന്നെ വിഷ്ണുകാന്ത് ചതുർവേദി, സുരേഷ് ഉൾപ്പെടെയുള്ള 3 അംഗങ്ങളായിരിക്കും ഈ ആളെ തിരഞ്ഞെടുക്കുക. അത് പല പേരുകൾ പരിഗണിച്ച ശേഷമായിരിക്കും, അഭിമുഖം നടത്തിയ ശേഷമായിരിക്കും ഇനി ആ ക്ഷേത്രത്തിൻ്റെ CEOയെ തിരഞ്ഞെടുക്കുക. അതിനുള്ള പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഇന്നലെ നിയമിതനായ കൃഷ്ണമോഹൻ പറയുന്നത്, ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കൃത്യമായി തന്നെ പ്രതികൾ അറസ്റ്റിലാകും, അവർക്ക് കൃത്യമായ ശിക്ഷ നേടിക്കൊടുക്കുവാൻ, ശിക്ഷ വാങ്ങിക്കൊടുക്കുവാനുള്ള പ്രവർത്തനങ്ങളുമായി ഈ ക്ഷേത്ര ട്രസ്റ്റ് തന്നെ മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ അവർ വ്യക്തമാക്കുമ്പോഴും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആയുധം, ഈ അന്വേഷണം ഈ പ്രതികളിൽ മാത്രം ചുരുങ്ങുമെന്നാണ്. അപ്പോൾ അതിനനുകൂലമായ ആ ഒരു ആരോപണത്തിന് ശരിവയ്ക്കുന്ന ഒരു രീതിയിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഇന്നലെയും പുറത്തു വന്നിരിക്കുന്നത്. ആ SITയുടെ അന്വേഷണ റിപ്പോർട്ടിൽ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് പൂർണ്ണമായി തന്നെ അവിടെ കാണിക്ക എണ്ണിയ ആളുകൾ മാത്രമാണ് പ്രതികളായിരിക്കുന്നത്. ഈ ട്രസ്റ്റിൻ്റെ ഭാഗത്തു നിന്നും ഗൂഢാലോചനയെക്കുറിച്ചോ ഇത്രയും വലിയൊരു തട്ടിപ്പ് നടന്നപ്പോൾ ട്രസ്റ്റിലെ ഏതെങ്കിലും അംഗങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ധാരണയുണ്ടായതായോ ഒന്നും ആ അന്വേഷണ റിപ്പോർട്ടിലില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രതിപക്ഷം അത് ആദ്യം ഉന്നയിച്ചത്. വളരെ ശക്തിയുക്തം വാദിക്കുകയാണ്. തങ്ങൾ ആദ്യം പറഞ്ഞത് തന്നെയാണ് ഇപ്പോൾ അവസാനം സംഭവിക്കുന്നത്. അവിടെ കാണിക്ക എണ്ണിയവർ മാത്രമാണ് ഇപ്പോൾ പ്രതികളായി മാറിയിരിക്കുന്നത്. ഇതിൽ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷണമില്ല. ട്രസ്റ്റ് അംഗങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പൊതുവായി ധാരണ കാണും. കാരണം 200 കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നു. അതിൽ 80 ലക്ഷത്തിലധികം രൂപ ഈ പ്രതികളുടെ ഭാഗത്തു നിന്ന് പിടിച്ചെടുത്തു. ക്ഷേത്രത്തിൻ്റെ ശുചിമുറിയിൽ നിന്ന് പിടിച്ചെടുക്കുന്നു. അവിടുത്തെ ഈ കാണിക്ക എണ്ണുന്ന പ്രതികളുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുക്കുന്നു. അങ്ങനെ ഇത്രയും വലിയ തട്ടിപ്പ് നടന്നിട്ട് എന്തുകൊണ്ട് ക്ഷേത്രത്തിലെ ട്രസ്റ്റ് അംഗങ്ങൾ അറിഞ്ഞിട്ടില്ല? അവർ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെയും ചോദ്യം ചെയ്യണം. അതോടൊപ്പം തന്നെ ചമ്പത് റോയെ പ്രതി ചേർക്കണം എന്ന ആവശ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഈ SITയുടെ അന്വേഷണ റിപ്പോർട്ട് പരിശോധിച്ചാൽ ഇത്തരം വിവരങ്ങളൊന്നുമില്ല. പ്രധാനപ്പെട്ട പ്രതികളും മുഴുവൻ കുറ്റങ്ങളും ചെയ്തിരിക്കുന്നത് ആ കാണിക്ക എണ്ണിയവർ മാത്രമാണെന്നാണ് ഈ അന്വേഷണ റിപ്പോർട്ടിൽ നിന്നും പുറത്തു വരുന്നത്. എന്തായാലും പുതിയ മാറ്റത്തിലേക്കെല്ലാം കടന്നിട്ടുണ്ട്. ചമ്പത് റോയും അനിൽ മിശ്രയും മാറുമ്പോൾ അവിടെ പുതിയ മുഖങ്ങൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നലെ അവിടെ അലഹബാദ് കോടതിയിൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം വേണമെന്ന രീതിയിലുള്ള ഒരു പൊതു താൽപ്പര്യ ഹർജി വന്നിരുന്നു. അതെല്ലാം കോടതി തള്ളുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇതേ നിലപാട് തന്നെയാണ് യോഗി സർക്കാരിനുമുള്ളത്. അന്വേഷണം കൃത്യമായി നടക്കുന്നു. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം വേണ്ടെന്നാണ് ഇപ്പോൾ യോഗി സർക്കാരും വ്യക്തമാക്കിയിരിക്കുന്നത്.
ശരി, വ്യക്തമാണ്. എന്തായാലും രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയിൽ SITയുടെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. എന്തായാലും സംശയാസ്പദമായ 70 ദൃശ്യങ്ങളാണ് SIT ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അയോധ്യയിലെ സംഭാവന കൊള്ളയുടെ പശ്ചാത്തലത്തിൽ രാമക്ഷേത്ര ട്രസ്റ്റിൽ COയെ നിയമിക്കാനുമൊക്കെ ഒരു തീരുമാനമുണ്ടായിട്ടുണ്ട്. ഇനി അന്വേഷണം ഏത് തലത്തിലേക്കാണ് പോകുന്നത് എന്നുകൂടി നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. വിവരങ്ങൾ നൽകിയത് KG ശ്രീജിത്താണ്.